ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഞാൻ പറയാം ഇന്നത്തെ ഡിഷ് ഒരു വെറൈറ്റി ഡിഷ് ഒന്നും അല്ല, എന്നാലും ഒന്നും കിട്ടാത്തോണ്ട് പറയാം. എനിക്ക് ഇന്ന് കൊത്തു പൊറോട്ട കഴിക്കണം ഭയങ്കര ആഗ്രഹമായിപ്പോയി. അപ്പം ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു നല്ല കുക്ക് വീട്ടിലുള്ളപ്പോൾ എന്തിനാണ് നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നത്? അതുകൊണ്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞു എനിക്ക് കൊത്തു പൊറോട്ട വേണം. അപ്പം തന്നെ ചേട്ടൻ പുറത്ത് പോയി പൊറോട്ടയൊക്കെ മേടിച്ചിട്ട് വന്നു. നമ്മൾ പൊറോട്ട വെച്ച് കൊത്തു പൊറോട്ട ചിക്കൻ വീട്ടിലെ പൊറോട്ട ഉണ്ടാക്കാം, പക്ഷേ കുറച്ച് പണിയുണ്ട്. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് നമുക്ക് സംഭവം റെഡിയാക്കാൻ വേണ്ടിയിട്ട് പൊറോട്ട വാങ്ങിച്ചിട്ട് പോകും. അപ്പോൾ അത് മേടിക്കും. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 5 പൊറോട്ട എടുത്തിട്ടുണ്ട്. 5 പൊറോട്ടയാണ്. ചിക്കൻ കുറച്ചുണ്ടായിരുന്നു, ഈ ബോൺലെസ് ചിക്കനില്ലേ, അത് നമ്മൾ ജസ്റ്റ് കുരുമുളക്, ഉപ്പ്, പിന്നെ ഇതുണ്ടല്ലോ കോൺഫ്ലവർ, പിന്നെ മഞ്ഞൾപ്പൊടി, ഇത്ര ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തിട്ട് അതിനെ ക്രഷ് ചെയ്തെടുക്കുക. രണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട്. അത് ഇതേമാതിരി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ 2 സവാള എടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കണം. പിന്നെ മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, മുളക്, കാരിമുളക് എന്നൊക്കെ നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് പറയും, നീളമുളക്, അത് 1.5 അല്ലെങ്കിൽ 2 എരിവിനനുസരിച്ച്. പൊടികളാണ് തുറക്കാൻ പറ്റുന്നത്. ഇത് ഗരം മസാലയാണ്, നമ്മുടെ നോർമൽ ഗരം മസാലയാണ് ഇത് എടുത്തിട്ടുള്ളത്. പിന്നെ കുരുമുളക് പൊടി, ഇത് നമ്മുടെ ഇവിടെ ഉള്ളതാണ്. വീട്ടിൽ കുറച്ച് കുരുമുളകാണ്, അത് ഉണക്കി പൊടിച്ചു. ഇത് മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലിയും നമ്മുടെ നോർമൽ എരിവുള്ള മുളക്, അത് സമാസമം ചേർത്ത് പൊടിച്ചു വെച്ചിട്ട്. പിന്നെ ഇത് ഞാൻ കാണിക്കാം. ഇത് മഞ്ഞൾപ്പൊടി. മുട്ട 2 മുട്ടയാണ് ആവശ്യം. നമുക്ക് 2 മുട്ട എടുത്തിട്ടുണ്ട്. 2 വീട്ടിലെ മുട്ട. പിന്നെ വെളിച്ചെണ്ണ. വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില, ഇതും വീട്ടിലുള്ളത് തന്നെയാണ്. ഉപ്പും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. പൊറോട്ട നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കാം. മുറിച്ചിട്ട് വേണം നമുക്ക് ബാക്കി കാര്യം. പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് അപ്പൂപ്പൻ്റെ അടുക്കളയിൽ വെച്ച് കുക്ക് ചെയ്യാമെന്ന്. കാരണം ഞങ്ങളുടെ അടുക്കളയിൽ സ്പേസ് കുറവാണ്, ഈ ക്യാമറയും അതും ഇതൊന്നും വെക്കാനുള്ള സ്ഥലമില്ലാത്തത് കൊണ്ട് പെട്ടെന്നാണ്. അതുകൊണ്ട് ഇവിടെ ഒന്നും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയില്ല. നെക്സ്റ്റ് എപ്പിസോഡിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളത് പൊളിയായിട്ട് എടുക്കുന്നതായിരിക്കും, നമ്മുടെ ഒരു സ്റ്റുഡിയോ ആയിട്ട് മാറ്റുന്നതായിരിക്കും. കട്ടിയുള്ള പാത്രം, ചീനച്ചട്ടി. നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്തുകാര് എല്ലായിടത്തും ചീനച്ചട്ടി എങ്ങനെയാണെന്ന് അറിയില്ല. ഇത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. ഓക്കെ, വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി ഉണ്ടല്ലോ, ചെറുതല്ലേ, കുറച്ച് പച്ചമുളക് പൊട്ടിത്തെറിക്കുന്നുണ്ട് കയ്യിൽ വരുന്നു.
കറിവേപ്പില. രണ്ട് സവാള ചെറുതായിട്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യും. നേരത്തെ മാതിരി ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു ക്ലാരിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. ലൈറ്റ് അവിടെ ആയതുകൊണ്ട് ഞങ്ങൾ ലാസ്റ്റ് നിങ്ങൾക്ക് ഡിഷ് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഓരോന്ന് ഇടുന്നത് അങ്ങനെ കാണിച്ചു. ഇപ്പോൾ സവാള ഇട്ടിട്ടുണ്ട്, അതുവരെ നമ്മൾ കണ്ടല്ലോ. അപ്പം അടുത്ത തക്കാളിയൊക്കെ ആഡ് ചെയ്യണം. അതിനുള്ള സവാള ഒന്ന് ജസ്റ്റ് വഴങ്ങുക. ഇനി ഇടാൻ പോകുന്നത് ഉപ്പാണ്. ഉപ്പ് നമ്മൾ നേരത്തെ ആഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഉപ്പ് നേരത്തെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് വഴഞ്ഞെടുക്കും. പിന്നെ നമ്മൾ ഉപ്പ് പിന്നീട് ആവശ്യത്തിന് ഇട്ടാൽ മതി, പെട്ടെന്ന് വഴലാൻ വേണ്ടിയിട്ടാണ്, വഴന്ന് വരാൻ വേണ്ടിയിട്ടാണ്. ആവശ്യത്തിന് നമ്മൾ പൊറോട്ടയിൽ ഉപ്പ് കാണണം. ഇനി ഇതേ സവാള ഇട്ടതിന് ശേഷം തക്കാളി 2 തക്കാളി ചെറുതായിട്ടായിരുന്നു അത് ആഡ് ചെയ്യും. തക്കാളിയിലുള്ള വെള്ളമെല്ലാം വറ്റി വരണം. അതുവരെ ചിക്കൻ എടുത്ത് കളിക്കുക. 4 മണിക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഈസിയാണ് രാത്രി ഡിന്നറിന് കഴിക്കാൻ. എപ്പോഴും നമ്മൾ കുറച്ച് നേരത്തെ ഫുഡ് കഴിച്ചിട്ട് വേണം ഒരു 2 മണിക്കൂർ റെസ്റ്റ് കൊടുക്കണം, എന്നിട്ടേ കിടക്കാവും കേട്ടോ. കഴിച്ചിട്ട് കാണാൻ പറ്റില്ല. ഒരു 9-10 കിടന്നാണെങ്കിൽ കിടക്കാറില്ല. അതുപോലെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 7 മസാല നമുക്ക് ആഡ് ചെയ്യാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഈ 2 പൊട്ടിച്ച് അതിലേക്ക് ഒഴിക്കണം. ഇനി ഒരു ഗ്ലാസ്സിൽ മുട്ട എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ അരിയാൻ പോകണം. കുറച്ച് വെളിച്ചെണ്ണയുടെ കുറവുണ്ട്, അപ്പൊ നമുക്ക് വെളിച്ചെണ്ണ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. ഇൻഗ്രീഡിയൻസ് പൊറോട്ട കാണുന്നുണ്ടല്ലോ, പൊറോട്ട ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്തിട്ടുണ്ട്. ഈ അളവ് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ഒന്നുകൂടെ അടുപ്പ്
ഉണ്ടല്ലോ മല്ലിയില ഇത് വിട്ടിട്ടുള്ള ഒരു പരിപാടി. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അതിടണ്ട കേട്ടോ. ആഡ് ചെയ്യണ്ട. ഇവിടെ മല്ലിയില ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മുടെ മെയിൻ സംഭവമാണ് മല്ലിയിലയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്ലേറ്റിലാക്കിയിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. പ്ലേറ്റ് എടുത്തു. സംഭവം റെഡി ആയിട്ടുണ്ട്. ബാക്കി നമ്മൾ പ്ലേറ്റിലാക്കി പിന്നെ കഴിച്ചോളാം. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കുക. ഉണ്ടല്ലോ നല്ല ചൂടോടെയുള്ള ആവി കിടക്കുന്നുണ്ട്. നല്ല ചൂടോടെയുള്ള കൊത്തു പൊറോട്ട വീട്ടിൽ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇനി ഇവള് ചൂടാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം. കാരണം ഇത്ര നേരം ഞാൻ സഹിച്ചിരുന്നതാണ്. ആവി പറക്കും. നല്ല മണമുണ്ട്. കഴിച്ചു. ചേട്ടനില്ല, ഞാൻ മാത്രം. ചൂടാണ്. ചിക്കൻ്റെ പീസ് കുറച്ച് ഇങ്ങനെ സോസ് ഒഴിച്ചിട്ട് കഴിക്കാം. ചൂട് പറക്കുന്നുണ്ട്. വെറുതെ പറയുന്നതല്ല. അടിപൊളി. ഭയങ്കര ടേസ്റ്റി ആണ്. ചായയുടെ കൂടെ കഴിക്കാം. കൂടാതെ നമുക്ക് 7 മണി 8 മണിയാകുമ്പോൾ ഇത് കഴിക്കാം. വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തണം. നമ്മുടെ എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം. ചൂട് ആവി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യണം. പിന്നെ പുതുതായിട്ടാണ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതലുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തും. ഓക്കെ, അപ്പോൾ വീണ്ടും കാണുന്നതുവരെ ബൈ.